എല്ലാവരെയും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് MG യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ BComന് പഠിക്കാനുള്ള കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് കംപ്ലയിൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഇതിൽ കൃത്യമായിട്ട് ബോൾഡ് ലെറ്ററിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വെക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ഓപ്ഷൻസുകൾ അത് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് കൃത്യമായിട്ട് നല്ലതാണ്. കാരണം കൺഫ്യൂഷൻ ഇല്ലാതെ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇതിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് തെറ്റ് ഏതൊക്കെയാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിന് ചേരുംപടി ചേർക്കൽ ഒപ്പം തന്നെ സാധാരണ തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിരിക്കാനും ഒപ്പം തന്നെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഡീഷണൽ പോയിൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഇനി അടുത്ത എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഏത് രീതിയിലാണെന്നും കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കാനൊക്കെ ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, സ്റ്റുഡൻറ്റ് ഷുഡ് അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് കോഴ്സ് ഔട്ട്കം ടു എൻഹാൻസ് ദെയർ ഓവറോൾ ഔട്ട്കം അറ്റൈനബിലിറ്റി അല്ലേ. അപ്പോൾ അറ്റംപ്റ്റ് എനി 20 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു പാർട്ട് എയിൽ നിന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് 20 ക്വസ്റ്റ്യനാണ്. അപ്പോൾ 20-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 20 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പരമാവധി അറ്റൻഡ് ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആ ഒരു ആൻസർ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പാർട്ട് എയിൽ നിന്ന് കിട്ടാൻ ഉള്ള മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കായിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി സ്ട്രക്ചർ allows a single individual to incorporate a company with limited liability, making it suitable option for entrepreneurs and small business. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏത് ടൈപ്പാണ് allows a single individual ഒറ്റയാളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ടു ഇൻകോർപ്പറേറ്റ് എ കമ്പനി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഒരൊറ്റ ഇൻഡിവിജ്വലിന് തുടങ്ങാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ഇൻഡിവിജ്വൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്നുകിൽ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ 1/1 കമ്പനിയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണത് 1/1 കമ്പനിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. LLPയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് മിനിമം 2 പാർട്ണേഴ്സെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ. അത് പാർട്ണർഷിപ്പിൻ്റെയും ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് ഒരുമിച്ച് ഉണ്ടാകുന്ന അത്തരത്തിലുള്ള ആ ഒരു കമ്പനി ഫോമാണ് LLP എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് നമുക്കറിയാം. പ്രൈവറ്റ് കമ്പനിക്ക് അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ. അത് 1/1 കമ്പനിയേക്കാൾ അല്പം കൂടുതൽ പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉള്ളതാണ് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും 2 ടൈപ്പ് കമ്പനിയുണ്ട് അല്ലേ. അതായത് മറ്റൊരു കമ്പനിയുടെ 50% കൂടുതൽ ഷെയറുകൾ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് കമ്പനിയാണോ ഹോൾഡ് ചെയ്യുന്നത് ആ കമ്പനി ഹോൾഡിംഗ് കമ്പനി എന്നും അത് ഏത് കമ്പനിയുടെ ഷെയറുകളാണോ ഹോൾഡ് ചെയ്യുന്നത് ആ കമ്പനി നമ്മൾ സബ്സിഡിയറി കമ്പനി എന്നൊക്കെ പറയും അല്ലേ. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് 1/1 കമ്പനിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ സ്റ്റേജ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷൻ അതിൽ ഏതാണ് അല്ലാതെ വരുന്നതെന്നുള്ളതാണ് അല്ലേ. നോട്ട് എ സ്റ്റേജ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കമ്പനിയുടെ രൂപീകരണത്തിൽ അതിൻ്റെ സ്റ്റേജിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. പ്രൊമോഷൻ തീർച്ചയായിട്ടും അതാണ് ഒരു കമ്പനിയുടെ ഫോർമേഷനിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കമ്പനിയുടെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഗ്രൗണ്ട് വർക്കുകളൊക്കെ നടക്കുന്നത് ഈ പ്രൊമോഷൻ സ്റ്റേജിലാണ്. അതുകൂടാതെ നമുക്കറിയാം ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ രജിസ്ട്രേഷൻ ആണ്. ലീഗലി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാണ്. അതായത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഒരു കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ അല്ലേ. അതും കമ്പനിയുടെ ഫോർമേഷൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ. അപ്പോൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ കമ്പനിക്ക് രൂപീകരിച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ഫോർമേഷനിൽ പെടാത്തത് ലിക്വിഡേഷൻ ആണ്. ദെൻ വാട്ട് ഈസ് ദി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് ഫോർ എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എത്രയാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ വാട്ട് ഈസ് ദി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഡയറക്ടേഴ്സ് മിനിമം നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. നമുക്ക് 1 ഡയറക്ടറൊക്കെ എവിടെയാണ് വരുന്നത് 1/1 കമ്പനിക്കാണ് 1 ഡയറക്ടർ വരുന്നത് അല്ലേ. നമുക്ക് മിനിമം 3 ഡയറക്ടേഴ്സൊക്കെ വരുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കാണ് അല്ലേ. പബ്ലിക് കമ്പനിക്കാണ് 3 ഡയറക്ടേഴ്സ് വരുന്നത്. 4 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ദിസ് ഇസ് മോർ ദാൻ ദി മിനിമം റിക്വയർഡ് ഫോർ ഏതൊരു പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനി അല്ലേ. പ്രൈവറ്റ് കമ്പനിക്കാണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും 4 ഡയറക്ടേഴ്സ് വേണം എന്ന് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 2 ഡയറക്ടേഴ്സാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
Which of the following contract is signed by the promoter during the promotion of company with a third party on behalf of the proposed company? അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കമ്പനിക്ക് വേണ്ടി പ്രപ്പോസ്ഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി ഒരു കമ്പനിയുടെ ഫോർമേഷൻ്റെ സമയത്ത് ഒപ്പിടുന്ന അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു അല്ലേ, സൈൻ ചെയ്തൊരു കോൺട്രാക്റ്റിൽ പ്രൊമോട്ടർ ഏർപ്പെടുന്നു. അപ്പോൾ ആ കോൺട്രാക്റ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്നാണ് അല്ലേ. ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനി അതിൻ്റെ പ്രൊമോട്ടർ കരാറിൽ ഏർപ്പെടുമ്പോൾ അതിന് പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. MOA എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണല്ലേ. MOA എന്ന് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അത് കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആണല്ലേ. അല്ലെങ്കിൽ എല്ലാ കമ്പനികൾക്കും വേണ്ട ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആണ്. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്, അതുപോലത്തെ ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതുകൂടാതെ പ്രോസ്പെക്ടസും അതും കമ്പനിയൊക്കെ രൂപീകരണത്തിന് ശേഷം അല്ലേ ഉണ്ടാകുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തുടക്കത്തിലൊരു പ്രൊമോട്ടർ ഒപ്പിടുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഒപ്പിടുമ്പോൾ അതിന് പ്രിലിമിനറി കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് വാട്ട് ഈസ് ദി മീനിങ് ഓഫ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് ഓഫ് കാണ്ടം ഓർ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ദെയറിൻ. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എത്രയാണ്, സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാണ്ടം, അതിൻ്റെ അളവ് എത്രയാണ്, എത്ര എണ്ണമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് തിരിച്ചറിയാനുള്ള മാർഗ്ഗം അല്ലേ. അതിൻ്റെ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഇൻക്ലൂഡ് കംപ്ലീറ്റ് പർട്ടിക്കുലേഴ്സ് അല്ലേ. എല്ലാ പർട്ടിക്കുലേഴ്സും ഉണ്ട് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ തന്നെ ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി, ഒരു IPO സെബി അപ്രൂവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെബി ഇറക്കുന്ന ഒരു പ്രോസ്പെക്ടസ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു, അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇറ്റ് മീൻസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഇൻക്ലൂഡ് ദ മേജർ പർട്ടിക്കുലേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഓൺ ദി കോഴ്സ് ഇൻ ലാസ്റ്റ് 12 months. അപ്പോൾ ഇതെല്ലാം തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പർട്ടിക്കുലേഴ്സ് ഇല്ലാത്തത് അല്ലേ, അല്ലെങ്കിൽ ഷെയർ പ്രൈസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഷെയറിൻ്റെ എണ്ണത്തെക്കുറിച്ചോ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളില്ലാത്ത പ്രോസ്പെക്ടസിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അടുത്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വുഡ് നോട്ട് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു. താഴെ പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. വുഡ് നോട്ട് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു, അതായത് വോട്ടിംഗ് റൈറ്റിൽ അവർക്ക് പ്രിഫറൻസ് ഇല്ല അല്ലേ. അവർക്ക് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ തിരികെ കിട്ടുന്ന കാര്യത്തിൽ, ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിൽ, ആ കാര്യങ്ങളിലെല്ലാം അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ പ്രിഫറൻസ് ഉണ്ട് അല്ലേ. എൻ്റെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൺലി A and B ആർ കറക്റ്റ് എന്നല്ലേ. അതായത് വുഡ് നോട്ട് ക്യാരി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് രണ്ടും തെറ്റായിട്ടുള്ള ആൻസറാണ്. വുഡ് നോട്ട് ക്യാരി എന്ന് പറയുമ്പോൾ അവർ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ D എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. വോട്ടിംഗ് റൈറ്റ് ആണ് തെറ്റായിട്ടുള്ളൊരു കാര്യം അല്ലേ. ഈ രണ്ട് കാര്യങ്ങളും ഉള്ളതാണ്, ഇല്ലാത്തതാണ് വോട്ടിംഗ് റൈറ്റ്. ദെൻ ഹൗ എ പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പബ്ലിക് കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോണസ് ഇഷ്യൂ വഴി, റൈറ്റ് ഇഷ്യൂ ടു പബ്ലിക് ഇഷ്യൂ വഴി, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി, ഓൾ ഓഫ് ദി പോലെ ഇതെല്ലാം നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ഡയറക്ടർ ഈസ് ക്രൂഷ്യൽ ഫോർ എൻഹാൻസിങ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്രെഡിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി, കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല രീതിയിലുള്ള ഭരണനിർവഹണം നടത്തുന്നതിന് വേണ്ടി ഏത് ടൈപ്പ് ഡയറക്ടറാണ് അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അഡീഷണൽ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടറെയാണ് നമ്മൾ അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലേ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ അവരുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന കൂടുതൽ അധികാരമുള്ള ഡയറക്ടറാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡയറക്ടേഴ്സാണ് നോമിനി ഡയറക്ടേഴ്സ് എന്ന് പറയുക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കമ്പനി ക്യാൻ രജിസ്റ്റേർഡ് ഓൺലൈൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ഏത് വഴിയാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക? നമുക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ പോർട്ടൽ വഴിയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അല്ലേ. നമുക്കിവിടെ CAI പോർട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പോർട്ടലാണ്, അതുവഴിയല്ല. DSC പോർട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, അത് ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പോർട്ടലാണ്. ദെൻ DIN പോർട്ടലിനെ കുറിച്ച്, DIN പോർട്ടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് അല്ലേ. ഡയറക്ടേഴ്സിന് DIN നമ്പർ അല്ലെങ്കിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ കമ്പനിയുടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രജിസ്ട്രേഷനൊക്കെ ഓൺലൈനായിട്ട് നടത്തുന്നത് MCA പോർട്ടൽ വഴിയാണ് അല്ലേ. 10ാമത് നെയിം ദ ഡിബഞ്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി.
നമുക്ക് ഏത് ഡിബഞ്ചറാണ് ജസ്റ്റ് ഡെലിവറി ഒരാൾക്ക് കൈമാറ്റം നടത്തിക്കൊണ്ട് അതിൻ്റെ ആ ഒരു മാറ്റം എക്സ്ചേഞ്ച് പൂർത്തിയാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ ബെയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, ബെയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അത് ടേം റെഫർ ചെയ്യുന്ന സൂചിപ്പിക്കുന്നത് ഡിബഞ്ചേഴ്സ് വിത്ത് പ്രയോറിറ്റി ബട്ട് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ട്രാൻസ്ഫറബിലിറ്റി ബൈ ഡെലിവറി. അപ്പോൾ ഏത് ഡിബഞ്ചറാണ് കൂടുതൽ പ്രയോറിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സെക്കൻഡ് ഡിബഞ്ചേഴ്സും ആ രീതിയിൽ തന്നെയാണ്. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിയർ ഡെലിവറി കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതാണ്. ഒരു ട്രാൻസ്ഫർ ഡീഡൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലീഗലി മാത്രമേ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ബിയറർ ഡിബഞ്ചേഴ്സാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ദ കമ്പനി മേ ബി വൂണ്ട് അപ്പ് ബൈ. എങ്ങനെയാണ് കമ്പനി വൈൻഡപ്പിംഗ് നടത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, അതിനെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ. ഇപ്പോൾ ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽ വഴിയാണോ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വഴിയാണോ അല്ലേ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വഴിയാണ് ഒരു കമ്പനി വൈൻഡപ്പിംഗ് നടത്തേണ്ടത് അല്ലേ. വോളണ്ടറി വൈൻഡപ്പിങ്ങിൻ്റെ സമയത്ത് കമ്പനിയുടെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ അംഗീകാരത്തോട് വേണം ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്താൻ വേണ്ടി. ഇതിനടുത്ത് നോക്കുക 12ാമത്തെ ക്വസ്റ്റ്യനിൽ ദ ബുക്സ് കണ്ടെയ്നിങ് ദ മിനിറ്റ്സ് ഓഫ് ദി പ്രൊസീഡിങ്സ് ഓഫ് എനി ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി ഷാൽ ബി കെപ്റ്റ് അറ്റ്. ഒരു കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൻ്റെ ബുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് തന്നെയാണ് അല്ലേ. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് തന്നെയാണ് അത് സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. ദെൻ ഓൾ ജനറൽ മീറ്റിംഗ് അതർ ദാൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഷാൽ ബി. ആനുവൽ ജനറൽ മീറ്റിംഗ് ഒഴികെ ബാക്കി എല്ലാ ജനറൽ മീറ്റിങ്ങും അത് എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് അത് അറിയപ്പെടും. ബോർഡ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് അല്ലേ. ഓർഡിനറി മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ മീറ്റിങ്ങിൻ്റെ, അതായത് കമ്പനീസ് ആക്ടിൽ ഓർഡിനറി എന്നല്ല സാധാരണ കാര്യങ്ങളെന്ന ക്ലാസിഫിക്കേഷൻ പെടുത്തിയിരിക്കുന്ന മീറ്റിങ്ങിനാണ്. അതായത് ജനറൽ മീറ്റിംഗ് അല്ലാത്ത മീറ്റിംഗ് നമുക്ക് എന്ത് വിളിക്കാം, ഓർഡിനറി മീറ്റിംഗ് എന്ന് വിളിക്കാം അല്ലേ. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ജനറൽ മാറ്റേഴ്സൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു വർഷം നടത്തുന്ന മീറ്റിംഗാണ്. അതായത് കമ്പനി തുടങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കൂടണമെന്നുണ്ട്. നിയമപരമായിട്ടുള്ള മീറ്റിങ്ങിനാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുക. ദെൻ എവറി കമ്പനി ഷാൽ ഹോൾഡ് ദ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് വിത്തിൻ. കമ്പനിയുടെ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് എത്ര നാൾക്കുള്ളിൽ കൂടണം എന്നുള്ളതാണ്. കമ്പനി രൂപീകരണം നടത്തിയിട്ട് 30 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ ഫസ്റ്റ് മീറ്റിംഗ് കൂടേണ്ടതാണ് അല്ലേ. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സെനാരിയോ വുഡ് എ കോർട്ട് ബി ലൈക്ക് ടു ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് ബെയിൽ. കോർപ്പറേറ്റ് ബെയിൽ അത് കമ്പനി എപ്പോഴാണ് അത് കമ്പനി വേണ്ടെന്ന് വയ്ക്കുന്നത്, അല്ലെങ്കിൽ കോർട്ട് കമ്പനിയുടെ കോർപ്പറേറ്റ് ബെയിൽ എന്ന് പറയുന്ന ഒരു അവകാശം അത് മാറ്റി നിർത്തുന്ന എപ്പോഴാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കമ്പനീസ് യൂസ്ഡ് ടു ഇവേഡ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി കമ്പനി ശ്രമിക്കുമ്പോൾ ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് ബെയിൽ അത് കോർട്ട് അതിനുള്ള അനുമതി നൽകാറുണ്ട് അല്ലേ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ കീ പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട് 2008 റിലേറ്റഡ് ടു കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2013 കമ്പനി നിയമപ്രകാരം എ മാൻഡേറ്ററി അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അല്ലേ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളത്. റെഗുലർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അത് ശരിയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഓഫ് ദി എബോവ് ആണ് അവൻ്റെ ആൻസറായിട്ട് വരിക അല്ലേ. ടേബിൾ എഫ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഗീവ്സ് എ മോഡൽ ഓഫ്. ടേബിൾ എഫ് എന്ന് സൂചിപ്പിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഒരു മോഡലിനെയാണ് ടേബിൾ എഫ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ 18ാമത് ഡ്യൂറിങ് എനി ഫിനാൻഷ്യൽ ഇയർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ഓഫ് ദി ബോർഡ് ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എവരി കമ്പനി ഹാവിങ്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപം കൊടുക്കേണ്ട ഒരു കമ്പനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ്. അതിൻ്റെ നെറ്റ് വർത്ത് 500 ഓർ മോർ. നെറ്റ് വർത്ത്, കമ്പനിയുടെ നെറ്റ് വർത്ത് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് അത് 500 crore ഓർ മോർ, 500 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിക്ക് രൂപം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ജനറൽ മീറ്റിംഗ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി എ മാറ്റർ വാസ് ടു ബി പാസ്ഡ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഔട്ട് ഓഫ് 40 members of the company, 30 voted in favor of the resolution, 5 voted against it. The remaining 5 members abstained from voting. As per the provisions of the Companies Act 2013, the chairman shall declare the motion as passed എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് പാസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻവാലിഡ് വോട്ടാണെങ്കിൽ റെസൊല്യൂഷൻ ഇസ് വാലിഡ് ബിക്കോസ് ഇറ്റ് ഹാസ് മെറ്റ് ദ റിക്വയർഡ് മജോറിറ്റി അല്ലേ. അപ്പോൾ നമുക്കിവിടെ വാലിഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ആ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള മജോറിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ക്യാൻസൽഡ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. റെസൊല്യൂഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ മിനിമം വോട്ട് ലഭിക്കരുത് അല്ലേ. അക്സെപ്റ്റഡ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് പാസ്ഡിന് സിമിലർ ആണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് റെസൊല്യൂഷൻ പാസ്സാക്കുക എന്നുള്ളതാണ് അല്ലേ. അക്സെപ്റ്റഡ് എന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഏറ്റവും യോജിച്ച ഉത്തരം എന്ന് പറയുന്നത് പാസ്ഡ് തന്നെയാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ റീസൺ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്.
ഷെയർ ട്രാൻസ്മിഷനുള്ള മറ്റൊരു റീഫണ്ട് അല്ലാത്ത ഏതെന്നുള്ളതാണ് അഡ്ജുഡിക്കേറ്റഡ് ഇൻസോൾവൻസി, ഡെത്ത് ഓഫ് ഷെയർ ഹോൾഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് പ്ലഡ്ജ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് അതിൻ്റെ റീഫണ്ട് അല്ലാത്തത് അല്ലേ. ബാക്കിയെല്ലാം അതിൻ്റെ റീഫണ്ടാണ്. ഡെത്ത് ഓഫ് ഷെയർ ഹോൾഡർ, അഡ്ജുഡിക്കേറ്റഡ് ഇൻസോൾവൻസിയൊക്കെ. അപ്പോൾ നൺ ഓഫ് ദി എബോവും ആൻസറായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവിടെ പ്ലഡ്ജ് ഓഫ് സെക്യൂരിറ്റീസ് അതാണ് ഒരു ട്രാൻസ്മിഷനുള്ള റീഫണ്ട് അല്ലാതെ വരുന്നത്. then 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡാഷ് ഈസ് ദി സെക്യൂർ ആൻഡ് ഒതൻറ്റിക് വേ ടു സബ്മിറ്റ് എ ഡോക്യുമെൻറ്റ് ഇലക്ട്രോണിക്കലി. നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട് ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സെക്യൂർ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് DFC ആണ് അല്ലേ. DFC ആണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വഴിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. then who is the key individual responsible for ensuring compliance with the corporate laws and regulations as well as providing secretarial and administrative support to the board of directors. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? കമ്പനി സെക്രട്ടറിയാണ് അല്ലേ. കമ്പനി സെക്രട്ടറിയാണ്. കോർപ്പറേറ്റ് ലോ, കമ്പനി നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നിയമങ്ങളിൽ എന്തെങ്കിലും സംശയം വരുമ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഇനി പാർട്ട് ബി ആണ് പറയുന്നത്. പാർട്ട് ബി, ഇപ്പോൾ നമുക്ക് ഇവിടെ 22 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങളിതിൽ എ പാർട്ടിൽ 20 ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത് അല്ലേ. 20 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ലഭിക്കുക. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ് ആണ്. നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ നോട്ടീസ് ക്യാൻ ബി സെൻഡ് എയ്തർ ബൈ സ്പീഡ് ഓർ രജിസ്റ്റേർഡ് മെയിൽ ഓർ ഇവൻ ത്രൂ ഇലക്ട്രോണിക് മീൻസ് ലൈക്ക് മെയിൽ. നമുക്ക് ഒരു മീറ്റിങ്ങിനുള്ള നോട്ടീസ് അത് രജിസ്റ്റേർഡ് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ വഴിയോ ഇമെയിൽ വഴിയൊക്കെ നമുക്ക് അയക്കാൻ പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് കമ്പനി ഈസ് ഒബ്ലീജ്ഡ് ടു സെൻഡ് ദ AGM നോട്ടീസ് ടു ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും കമ്പനി അയച്ചു കൊടുക്കണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. ഏതെങ്കിലും മെമ്പർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അവകാശികൾക്കും ഈ നോട്ടീസ് നൽകേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ കറക്റ്റാണ് അല്ലേ. ബോത്ത് 1 and 2 അത് കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ദെൻ അടുത്തത് നോക്കുക, 24ാമത്തെ ക്വസ്റ്റ്യൻ, എ പെറ്റീഷൻ ഫോർ വൈൻഡിങ് അപ്പ് ക്യാൻ ബി മെയ്ഡ് ബൈ. വൈൻഡിങ് അപ്പിനുള്ള പെറ്റീഷൻ ആർക്കാണ് നൽകാൻ സാധിക്കുന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1, 2, 3 and 4 അല്ലേ. 1, 2, 3 and 4 അല്ലേ. ഇത്രയും ആളുകൾക്ക് ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിനുള്ള പെറ്റീഷൻ നൽകാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിനുള്ള ഒരു മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. കമ്പനിക്ക് മുഴുവനായിട്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടേഴ്സിന്, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് തന്നെ ഇതിനുള്ള റെക്കമെൻഡേഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദെൻ കൺസിഡർ ദ ഫോളോവിങ് അസേർഷൻ റീഫണ്ട് ആൻഡ് ആൻസർ ദ ഫോളോവിങ്. അസേർഷൻ റീഫണ്ട് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കമ്പനി സീസസ് ടു എക്സിസ്റ്റ് ആസ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഓൺ വൈൻഡിങ് അപ്പ്. അപ്പോൾ ഒരു വൈൻഡിങ് അപ്പ് നടക്കുമ്പോൾ ഒരു കമ്പനി കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് അത് പിന്നീട് നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഫീച്ചർ അവസാനിക്കുന്നു പറയുന്നത് ശരിയാണ്. റീഫണ്ട് അസറ്റ്സ് ഓഫ് എ കമ്പനി ആർ റിയലൈസ്ഡ് ആൻഡ് ലൈബിലിറ്റീസ് ആർ സെറ്റ് ഓഫ് ഇൻ വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അസറ്റ്സും ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തരികയും അസറ്റെല്ലാം വിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെ റീഫണ്ട് പറഞ്ഞിരിക്കുന്നതും കറക്റ്റ് ആണല്ലേ. അപ്പോൾ ബോത്ത് അസേർഷൻ ആൻഡ് റീഫണ്ട് ആർ കറക്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. കാരണം ഇത് ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കൊടുത്തിരിക്കുന്ന അസേർഷൻ ഈസ് റോങ് എന്നുള്ളതാണ്. പക്ഷേ അത് റോങ് അല്ല, അസേർഷൻ ശരി തന്നെയാണ് അല്ലേ. കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോത്ത് അസേർഷൻ ആൻഡ് റീഫണ്ട് ആർ കറക്റ്റ് എന്നതാണ് കൂടുതൽ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിസ്കസ്ഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സെക്ഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പോൾ ഏത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനീസ് ആക്ട് 2013 ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നതാണ്? സെക്ഷൻ 135 അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെക്ഷൻ 135 അത് പറഞ്ഞിരിക്കുക. നമുക്ക് ബാക്കിയുള്ള 120 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 100 അത് ജനറൽ മീറ്റിംഗ് വിളിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെക്ഷൻ 99 ആണെങ്കിൽ കമ്പനിയുടെ പവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുക. then 27ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർ കറക്റ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഓൾ കമ്പനീസ് ആർ റിക്വയർഡ് ടു ഹോൾഡ് AGM ആനുവൽ ജനറൽ മീറ്റിംഗ് എക്സെപ്റ്റ് ഫോർ 1/1 കമ്പനി. 1/1 അത് ശരിയായിട്ടുള്ളതാണല്ലോ. 1/1 കമ്പനിക്ക് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ കമ്പനിയും ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് ആൻ EGM ഈസ് ഇയർലി ഗാദറിംഗ് ഓഫ് എ കമ്പനീസ് ഷെയർഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ടു ഡിസ്കസ് ആൻഡ് അഡ്രസ് കീ ബിസിനസ് മാറ്റേഴ്സ്. അപ്പോൾ എന്താണ് EGM എന്നുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ EGM-നെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, EGM എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് അല്ലേ. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് അതെപ്പോഴും വിളിക്കേണ്ട ആവശ്യമില്ല, കമ്പൽസറി ആയിട്ട് എപ്പോഴും വിളിക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ല. അപ്പോൾ ശരിക്കും അത് തെറ്റായിട്ടുള്ള
ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇയർലി ഗാദറിങ് എല്ലാ വർഷവും കൂടണമെന്നില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കേസുകൾ വരുമ്പോൾ മാത്രമേ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കൂടേണ്ട ആവശ്യമുള്ളൂ. അപ്പം 1 ആണ് ഉത്തരം അല്ലേ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ദ പ്രൊസീജിയർ ഫോർ കണ്ടക്ടിങ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ആ ഒരു പ്രൊസീജിയർ അത് ഓർഡറിൽ എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ആൻസറായിട്ട് പറഞ്ഞിട്ടുണ്ട് 3, 2, 4, 1 അല്ലേ. ആദ്യം ബോർഡ് മീറ്റിംഗ് കൂടുക, അതിനുശേഷം ഒരു മീറ്റിങ്ങിന് നോട്ടീസ് കൊടുക്കുക, അതിനുശേഷം ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുക അല്ലേ. അതിൻ്റെ മിനിറ്റ്സ് മീറ്റിംഗ് കൂടുമ്പോൾ മിനിറ്റ്സ് എഴുതി വയ്ക്കുക. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ. വിച്ച് ഓഫ് ദി ഫോളോവിങ് പേയേഴ്സ് ഈസ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിൽ നോക്കുക, പബ്ലിക് കമ്പനിയാണെങ്കിൽ മാക്സിമം നമ്പേഴ്സിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് ഒരു പബ്ലിക് കമ്പനിയാണെങ്കിൽ മാക്സിമം 200 എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൻസർ നോക്കുക, നെയ്തർ 1, 2 nor 3 അല്ലേ. 3 കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പബ്ലിക് കമ്പനിയാണ് 200 എന്ന് പറഞ്ഞ് കറക്റ്റ് അല്ല, കാരണം പബ്ലിക് കമ്പനികൾക്ക് മാക്സിമം നമ്പർ ഇല്ല അല്ലേ. മാക്സിമം നമ്പർ പറയുന്നില്ല, മിനിമം 7 മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ അതിൻ്റെ എണ്ണവും തെറ്റാണല്ലേ. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ 200 വരെ ആകാം അല്ലേ. 200 പേര് മാക്സിമം നമ്പേഴ്സ് ആകാവുന്നതാണ്. 1/5 കമ്പനിയാണെങ്കിൽ 1 മെമ്പറേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് 5 എന്നുള്ളതും തെറ്റാണ്. ദെൻ ഹൂ എമംഗ് ദി ഫോളോവിങ് ഈസ് ഓർ കറക്റ്റ് ഓർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് താഴെ പറയുന്നതിൽ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ഓൾ ടൈം ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നോമിനി ഡയറക്ടറെ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പെടുത്താറില്ല. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ട്രൂ അബൌട്ട് കമ്പനി സെക്രട്ടറിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. താഴെ പറയുന്നത് ഏതാണ് ട്രൂ എന്നുള്ളത് ചോദിക്കുന്നത്. ഇൻ ഹൗസ് ലീഗൽ എക്സ്പേർട്ടാണ് കമ്പനിക്കുള്ളിലെ അല്ലേ. കംപ്ലയൻസ് ഓഫീസറാണ്, ലോ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഓഫീസറാണ്. ശരിയാണ്. ആൻ എക്സ്പേർട്ട് ഇൻ കോർപ്പറേറ്റ് ലോയിലെ എക്സ്പേർട്ടുള്ള വ്യക്തിയാണ്. ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് തെറ്റായിട്ടുള്ള ഉത്തരമാണ് അല്ലേ, ഡയറക്ടറല്ല. ദെൻ റെസ്പോൺസിബിൾ ഫോർ ഓൾ റെഗുലേറ്ററി കംപ്ലയിൻസ് ഓഫ് ദി കമ്പനി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ്. അത് ശരിയാണല്ലേ. അപ്പോൾ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. ദെൻ കൺസിഡർ ദ ഫോളോവിങ് അസേർഷൻ ആൻഡ് റീഫണ്ട് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. അസേർഷൻ റീഫണ്ട് ടൈപ്പ് മറ്റൊരു ക്വസ്റ്റ്യനാണ്. നോക്കുക, അസേർഷൻ പറഞ്ഞിരിക്കുന്നത് ദ ക്യാപിറ്റൽ ക്ലോസ് ഓഫ് കമ്പനീസ് മെമ്മോറാണ്ടം അസോസിയേഷൻ സ്പെസിഫൈസ് ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ടു ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റലാണ് ക്യാപിറ്റൽ ക്ലോസ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് അല്ലേ. ദ ക്യാപിറ്റൽ ക്ലോസ് ഓൾസോ ഡീറ്റെയിൽസ് ദ ഡിവിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ഷെയർസ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഈച്ച്. കമ്പനിയുടെ ഷെയറിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് എത്ര ഷെയറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരു ഷെയറിൻ്റെ വില എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആൻസർ നോക്കുക, ബോത്ത് അസേർഷൻ ആൻഡ് റീഫണ്ട് ആർ കറക്റ്റ്. അസേർഷനും റീഫണ്ടും കറക്റ്റ് തന്നെയാണ്, പക്ഷേ റീഫണ്ട് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. അസേർഷന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ. രണ്ട് കാര്യങ്ങൾ ശരിയാണെങ്കിലും ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിനുള്ള റീസൺ ആയിട്ടല്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബി ആൻസറായിട്ട് നമുക്ക് എടുക്കാം. ദെൻ 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 33ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദ ഫോളോവിങ് അസേർഷൻ ആൻഡ് റീഫണ്ട് ടൈപ്പ്. ഇതും അസേർഷൻ ആൻഡ് റീഫണ്ട് ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 8 കമ്പനിയെക്കുറിച്ചാണ് അല്ലേ. സെക്ഷൻ 8 കമ്പനീസ് ആർ പ്രൈമർലി ഫോംഡ് ടു ജനറേറ്റ് പ്രോഫിറ്റ് ഫോർ ദെയർ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സെക്ഷൻ 8 കമ്പനീസ് രൂപം കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് അസേർഷൻ ഈസ് റോങ് ബട്ട് റീഫണ്ട് ഈസ് കറക്റ്റ് എന്നാണ് അല്ലേ. അതായത് ആദ്യത്തെ സെക്ഷൻ 8 കമ്പനീസ് പ്രോഫിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയല്ല, ദേ ആർ ഫോംഡ് ഫോർ പ്രൊമോട്ടിങ് സോഷ്യൽ വെൽഫെയർ അല്ലേ, എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ റിലീജിയസ് ചാരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഈ സെക്ഷൻ 8 കമ്പനീസ് രൂപം കൊടുക്കുന്നത്, പ്രോഫിറ്റിന് വേണ്ടിയല്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു അസേർഷനാണ്. സെക്ഷൻ 8 കമ്പനീസ് ആർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലേ, അത് ശരിയാണല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് അസേർഷൻ ഈസ് റോങ് ബട്ട് റീഫണ്ട് ഈസ് കറക്റ്റ് ആണല്ലേ. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ ദി ട്രൂ അബൌട്ട് പ്രൊമോട്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രൊമോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എ പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ എൻറ്റിറ്റി ഹൂ കൺസീവ്സ് ദ ഐഡിയ ഓഫ് കമ്പനി ഫോർമേഷൻ. ഒരു കമ്പനിയുടെ ഫോർമേഷനെ കുറിച്ച് ഐഡിയ ജനറേറ്റ് ചെയ്യുന്ന വ്യക്തി അല്ലേ, പ്രൊമോട്ടറാണല്ലേ. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ഫേംസ് അസോസിയേഷൻ ഓർ പേഴ്സൺസ് ഓഫ് എ കമ്പനി കനോട്ട് ബിക്കം എ പ്രൊമോട്ടർ ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ ആകാൻ വേണ്ടി ഫേമുകൾക്കോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനോ അവർക്കൊക്കെ ആകാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ അതും തെറ്റാണ്. ഫേംസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ കമ്പനീസ് അവർക്ക്
കമ്പനിയുടെ തീർച്ചയായിട്ടും അവർ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആകാൻ വേണ്ടി സാധിക്കും. ഇവിടെ കനോട്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലേ, പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്കെല്ലാം കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആകാൻ വേണ്ടി സാധിക്കും. ദ പ്രൊമോട്ടർ ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ ദ കമ്പനി ബട്ട് ദ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ആർ ആക്ച്വൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് പ്രൊമോട്ടർ ആണെങ്കിലും ആക്ച്വലി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവരാണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ B 1 and 3 ഓൺലിയാണ് ആൻസറായിട്ട് വരിക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് പേഴ്സ് ഇസ് ഓർ കറക്റ്റ് അല്ലേ. ഡോക്ടർ ഓഫ് അൾട്രാവേഴ്സ്, ഇൻറ്റേർണൽ അഫയേഴ്സ്, ഡോക്ടർ ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, ഇമ്പ്യൂട്ടഡ് നോളജ്, ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ബിയോണ്ട് ദ പവേഴ്സ് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഏതൊക്കെ പേഴ്സാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഡോക്ടർ ഓഫ് അൾട്രാവേഴ്സ് ഓർ ഇൻറ്റേർണൽ അഫയേഴ്സ് അല്ലേ. ദ ഡോക്ടർ ഓഫ് അൾട്രാവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് ദ കമ്പനി അല്ലേ. കമ്പനിയുടെ പവേഴ്സിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്, ഇൻറ്റേർണൽ അഫയേഴ്സ് അല്ല അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ഡോക്ടർ ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് പ്രൊസീജിയറാണ്. ഇമ്പ്യൂട്ടഡ് നോളജിനെ കുറിച്ചല്ല. ഇറ്റ് റെഫേഴ്സ് ടു ദി നോളജ് ദാറ്റ് ദ കമ്പനി ഈസ് പ്രിസ്യൂംഡ് ടു ഹാവ്. കമ്പനിക്ക് ഉണ്ടായിരിക്കേണ്ട നോളജിനെ കുറിച്ചാണ് ഇമ്പ്യൂട്ടഡ് നോളജ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതും തെറ്റാണ്. ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ബിയോണ്ട് ദ പവേഴ്സ്. ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് പവേഴ്സ് അല്ല, നോട്ടീസ് അല്ല. ഡോക്ടർ ഓഫ് അൾട്രാവേഴ്സ് ആണ് ബിയോണ്ട് ദ പവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതും തെറ്റായിട്ടുള്ള ഒരു ആൻസറാണ് അല്ലേ. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇറ്റ് റിലേറ്റ്സ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് തേർഡ് പാർട്ടീസ് ഡീലിംഗ് വിത്ത് ദ കമ്പനി ആർ ഡീംഡ് ടു ഹാവ് നോളജ് അല്ലേ. അതായത് കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന തേർഡ് പാർട്ടീസിന് കമ്പനിയുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പറയുന്നത്. ദെൻ 36ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ഈസ് ഫോർ കറക്റ്റ്. താഴെ പറയുന്നതിൽ ഏതൊക്കെ പേഴ്സാണ് കറക്റ്റ് എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. റെക്കറിംഗ് പ്രോസ്പെക്ടസ് യൂസ് ഫോർ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണല്ലേ. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിന് വേണ്ടിയുള്ള ആ ഒരു ചുരുക്ക രൂപത്തിലുള്ള പ്രോസ്പെക്ടസ് ആണ് റെക്കറിംഗ് പ്രോസ്പെക്ടസ് അല്ലേ. ശരിയാണ്. ഷെൽ പ്രോസ്പെക്ടസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷെൽ പ്രോസ്പെക്ടസ് എ പ്രോസ്പെക്ടസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഫോർ മൾട്ടിപ്പിൾ ഓഫറിംഗ് വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിലൊക്കെ നമ്മൾ കൂടുതൽ ഷെയർ ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെൽ പ്രോസ്പെക്ടസ് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അതിനുവേണ്ടിയാണ് ഷെൽ പ്രോസ്പെക്ടസ് ഉപയോഗിക്കുന്നത്. ശരിയാണ്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ഇറ്റ് ഈസ് എ ബ്രീഫ് ഡോക്യുമെൻറ്റ് ദാറ്റ് സമ്മറൈസസ് ദ കീ ഇൻഫർമേഷൻ അബൌട്ട് എ കമ്പനി അല്ലേ. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്ക രൂപത്തിൽ പറയുന്നതിനാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് യൂസ്ഡ് ഇൻ കണ്ടക്സ്റ്റ് ഓഫ് റൈറ്റ് ഇഷ്യൂവിൻ്റെ സമയത്താണോ ഡീംഡ് പ്രോസ്പെക്ടസ് ഉപയോഗിക്കുന്നുള്ളതാണ്. അത് തെറ്റാണല്ലേ. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ പബ്ലിക്കിന് നമ്മൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റികൾ ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രോസ്പെക്ടസായിട്ട് ഇഷ്യൂ ചെയ്യുമെങ്കിലും ചില ഡോക്യുമെൻറ്റുകൾ നമ്മൾ പ്രോസ്പെക്ടസായിട്ട് കരുതുന്നുണ്ട് അല്ലേ. പത്രത്തിലുള്ള പ്രോസ്പെക്ടസിനാണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്നൊക്കെ പറയുക. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് B ആണ് ആൻസറായിട്ട് വരിക. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോർ കറക്റ്റ്. താഴെ പറയുന്നതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെഫേഴ്സ് ടു ദി ഇൻറ്റൻഷണൽ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് ദി ഷെയർസ് ബിറ്റ്വീൻ ദി ട്രാൻസ്ഫറർ ആൻഡ് ദ ട്രാൻസ്ഫറി. ട്രാൻസ്ഫററും ട്രാൻസ്ഫറിയും അല്ലേ. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തിയും അല്ലേ, അവർ തമ്മിലുള്ള ഇൻറ്റൻഷണൽ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് ഷെയർസിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ദി ഓപ്പറേഷൻ ഓഫ് ലോ ദാറ്റ് ഈസ് വെൻ ദ ഷെയർ ഹോൾഡർ ഈസ് നോ മോർ ഓർ ഹാസ് ബിക്കം ലുണാറ്റിക് ഓർ ഇൻസോൾവെൻറ്റ്. ഷെയർ ഹോൾഡർ ലുണാറ്റിക് ആവുക, ഇൻസോൾവെൻ്റ് ആവുക, അപ്പം നിയമപ്രകാരം നടത്തുന്നതാണ് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നു. അപ്പോൾ അത് ഇൻകറക്റ്റ് ആണല്ലേ. അത് ട്രാൻസ്മിഷനെ കുറിച്ചാണ് പറയുന്നത്. ഷെയറിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്ന എപ്പോഴാണ്? ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഒരു ഷെയർ ഹോൾഡർ മരിച്ചു പോകുമ്പോൾ അയാളുടെ അനന്തരാവകാശികൾ കിട്ടുക, അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ ലുണാറ്റിക് ആവുക, അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുക, അപ്പോൾ മറ്റൊരാൾ കിട്ടുക. അപ്പോൾ അതൊക്കെ ഷെയർ ട്രാൻസ്മിഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ഏതാണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ മാത്രമാണ് ഇൻകറക്റ്റ് അല്ലേ. അതുകൊണ്ട് B 2 ഓൺലി എന്നുള്ളതാണ് ആൻസർ വരിക. 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ദി മോഡ്സ് ഓഫ് അക്വയറിംഗ് മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയിൽ മെമ്പർഷിപ്പ് അക്വയർ ചെയ്യുന്നതിനുള്ള മോഡ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനിയുടെ മെമ്മോറാണ്ടം അസോസിയേഷൻ അല്ലേ, അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി. ഓക്കെ, ശരിയാണ്. എഗ്രിങ് ടു ദി റൈറ്റിംഗ് ടു ബിക്കം മെമ്പറായിട്ട് ചേരാമെന്ന എഗ്രിമെൻറ്റ് നടത്തുന്നതോടുകൂടി. ദെൻ ഡയറക്ടർ, കമ്പനിയുടെ ഡയറക്ടർ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ഇൻകറക്റ്റ് ആണല്ലേ. ഒരു ഡയറക്ടർ ആകുക എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു കമ്പനിയുടെ മെമ്പർ ആകുന്നില്ല. കമ്പനിയുടെ ഷെയറുകൾ അയാൾ വാങ്ങിച്ചിരിക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. ദെൻ അടുത്തത്, ബൈ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് എ കമ്പനി ആൻഡ് ഹൂസ് നെയിം ഈസ് എൻ്റെ ബെനിഫിഷ്യൽ ഓണർ. അത് കറക്റ്റാണ് അല്ലേ. കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ മെമ്പർ ആകാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ D ആൻസറായിട്ട് വരുന്നു.
ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? താഴെ പറയുന്നതിൽ ട്രൂ ആയിട്ടുള്ള ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ദ കമ്പനീസ് ആക്ട് 1956 വാസ് എനാക്റ്റഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബാബ കമ്മിറ്റി അല്ലേ. ബാബ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്. ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ദ കമ്പനീസ് ആക്ട് 1952 വാസ് എ പാർലമെൻ്ററി ആക്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്റ്റാണ്, നിയമം പാസ്സാക്കിയിട്ടുണ്ട് കമ്പനീസ് ആക്ട് 1956 വേണ്ടി. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് 2 അല്ലേ, ബോത്ത് 1 nor 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ബോത്ത് 1 and 2 എന്നുള്ളതാണ് എൻ്റെ ആൻസർ വരിക അല്ലേ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് DSC ആർ ദി ഡിജിറ്റൽ ഇക്വലൻ്റ് ടു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഇൻകോർപ്പറേഷന് വേണ്ടി നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ ഇക്വലൻ്റ് ടു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? കമ്പനീസ് യൂസ് DSC ടു ഇലക്ട്രോണിക്കലി ഫയൽ വേരിയസ് റിട്ടേൺസ് ആൻഡ് ഫോം വിത്ത് റെഗുലേറ്ററി അതോറിറ്റീസ് ലൈക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടും റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ടൊക്കെ ഫയൽസും ഫോംസൊക്കെ റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഇലക്ട്രോണിക്കലായിട്ട് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് DSC എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വന്നത് രണ്ടാമത്തെ മാത്രമാണ് ശരിയല്ലേ, 2 only എന്നുള്ളതാണ്. ദെൻ അറേഞ്ച് ദ പ്രോപ്പർ സീക്വൻസ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പിനുള്ള പ്രോപ്പർ സീക്വൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് നമുക്ക് ആദ്യം നടക്കേണ്ടത് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. കമ്പനിയുടെ സോൾവൻസി, എത്രമാത്രം കമ്പനി സോൾവൻ്റ് ആണ്, എത്രമാത്രം അസറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തണം. അതിനുശേഷം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ വാങ്ങണം അല്ലേ. നോട്ടിഫിക്കേഷൻ ഓഫ് റെസൊല്യൂഷൻ, പ്രമേയത്തിനുള്ള നോട്ടിഫിക്കേഷൻ പാസ്സാകണം. ഫൈനൽ റിപ്പോർട്ട് ആൻഡ് മീറ്റിംഗ് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ വരിക. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ CSR കമ്മിറ്റി ആവശ്യമായിട്ട് വരുന്ന ഏത് ടൈപ്പ് കമ്പനികൾക്കാണെന്നുള്ളതാണ്. കമ്പനീസ് ഹാവിംഗ് നെറ്റ് വർത്ത് 500 കോടിയിൽ കൂടുതൽ നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ CSR കമ്മിറ്റി ആവശ്യമാണ്. കമ്പനീസ് ഹാവിംഗ് ടേൺ ഓവർ ഓഫ് ₹1000 അല്ലേ, 1000 കോടിയിൽ കൂടുതൽ കമ്പനിയുടെ വിറ്റുവരവുണ്ടെങ്കിൽ CSR കമ്മിറ്റി ആവശ്യമാണ്. കമ്പനീസ് ഹാവിംഗ് നെറ്റ് പ്രോഫിറ്റ്, ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ അറ്റ ആദായം എന്ന് പറയുന്നത് 5 കോടിയിൽ കൂടുതലാണെങ്കിലും CSR കമ്മിറ്റി ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇത് 3 ശരിയാണ്. 1, 2 and 3 അല്ലേ. D ആണ് ആൻസർ വരിക. കൺസിഡർ ദ ഫോളോവിങ് അസേർഷൻ ആൻഡ് റീഫണ്ട് ടൈപ്പ് അല്ലേ. അസേർഷൻ, ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സെറ്റ്സ് ഔട്ട് ദ റെഗുലേഷൻസ് ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനുള്ള റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നു അല്ലേ. അത് നമുക്ക് കറക്റ്റാണ്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ദ പവർ ഓഫ് ഇറ്റ്സ് ഓഫീസേഴ്സ് എസ്റ്റാബ്ലിഷസ് എ കോൺടാക്ട് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. അസേർഷനും റീഫണ്ടും കറക്റ്റാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എനി മെമ്പർ ഹൂ ഈസ് എൻറ്റൈറ്റിൽഡ് ടു അറ്റൻഡ് ആൻഡ് വോട്ട് ഇൻ എ കമ്പനി മീറ്റിംഗ് ആൻഡ് അപ്പോയിൻ്റ് എ പ്രോക്സി. അവളൊരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി അവകാശമുള്ള ഒരു മെമ്പർക്ക് പ്രോക്സിയെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ പ്രോക്സി റെഫേഴ്സ് ടു ദി ഇൻസ്ട്രുമെൻ്റ് ഓർ ഡോക്യുമെൻറ്റ് ബൈ വിച്ച് സച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് അപ്പോയിൻറ്റഡ് ആസ് എ പ്രോക്സി. അപ്പോൾ ഒരു പ്രോക്സിയെ നമ്മളൊരു ഡോക്യുമെൻറ്റ് ലെറ്റർ കൊടുത്തുകൊണ്ട് ഒരു അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മൾ പ്രോക്സി എന്ന് വിളിക്കുന്നത് അല്ലേ. ബോത്ത് 1 and 2 കറക്റ്റാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ഈസ് കറക്റ്റ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, അരിയേഴ്സ് ആൻഡ് ഡിവിഡൻഡ് ആർ പെയ്ഡ് ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ്. അത് ശരിയാണ്. ഇപ്പോൾ കറക്റ്റാണ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രിഫറൻസ് ഷെയർസ് അല്ലേ. നമുക്ക് ഡിബഞ്ചേഴ്സിനെ അല്ല, പ്രിഫറൻസ് ഷെയറിനെ നമുക്ക് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളതിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദി വോട്ടിംഗ് ഓഫ് ദി കമ്പനീസ് മീറ്റിംഗ്. കമ്പനിയുടെ വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേഷൻ അല്ല. നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ന്യായമായിട്ടൊരു പ്രോഫിറ്റ് കൊടുത്തിട്ട് ബാക്കിയും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശമുള്ള പ്രിഫറൻസ് ഷെയർസാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 only, ഒന്നാമത് മാത്രമാണ് ശരിയുള്ളത് അല്ലേ. ഒന്നാമത്തെ മാത്രമാണ് ശരിയുള്ളത്. അപ്പോൾ കറക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ആൻസർ കീഴിൽ ഇത് തെറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 only ആണ് കറക്റ്റ്. അറേഞ്ച് ഇൻ ദി കറക്റ്റ് ഓർഡർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ഇൻകോർപ്പറേഷനോട് ബന്ധപ്പെട്ട് കറക്റ്റ് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ അസർട്ടൈനിങ് അവൈലബിലിറ്റി ഓഫ് നെയിം, കമ്പനിയുടെ നെയിം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കണം. അടുത്തത് നമ്മൾ മെമ്മോറാണ്ടം അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തുടങ്ങിയ ഡോക്യുമെൻറ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്യണം. പിന്നെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ട് പിന്നെ അവസാനം രജിസ്ട്രേഷൻ അല്ലേ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. Then the Ministry of Corporate Affairs is primarily concerned with the administration of Ministry of Corporate Affairs അല്ലേ, MCA. അത് താഴെ പറയുന്ന കാര്യങ്ങൾ, അതായത് കമ്പനീസ് ആക്ട് 2013 രൂപീകരണമൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLPയുടെ നിയന്ത്രണത്തിലാണ്. പാർട്ണർഷിപ്പ് ആക്ട് 1932, പാർട്ണർഷിപ്പ് ആക്ട് അത് പ്രധാനമായിട്ടും അവരുടെ നിയന്ത്രണത്തിലല്ല, കമ്പനീസ് ലോസ് ആൻഡ് ജസ്റ്റിസിൻ്റെ കീഴിലാണ് ഈ പാർട്ണർഷിപ്പ് ആക്ട് വരുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ആൻസർ വരുന്നത് 1 and 2 ആണ് ശരിക്കും ആൻസർ വരേണ്ടത്. Then consider the following assertion or refund type. A promoter is a person who initiates the formation of a company
കറക്റ്റാണ്. പ്രൊമോട്ടേഴ്സ് ഹാവ് എ ഫൈഡ്യൂഷ്യറി ഡ്യൂട്ടി ടുവേർഡ്സ് ദ കമ്പനി അല്ലേ. കമ്പനിയുമായിട്ടൊരു ഫൈഡ്യൂഷ്യറി ഡ്യൂട്ടി അല്ലെങ്കിൽ കമ്പനിയോട് വിശ്വസ്താപൂർവമായിട്ടൊരു ചുമതല പ്രൊമോട്ടർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. റീഫണ്ടും കറക്റ്റാണ്. പക്ഷേ ഈ അസേർഷൻ്റെ കറക്റ്റായിട്ടുള്ള റീഫണ്ട് അല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് റീഫണ്ടായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. രണ്ടും സെപ്പറേറ്റ് എടുക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ബോത്ത് അസേർഷൻ റീഫണ്ട് ആർ കറക്റ്റ്, ബട്ട് റീഫണ്ട് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്? അതാണ് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ബിസിനസ് ട്രാൻസാക്റ്റഡ് അറ്റ് ആൻ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ഈസ് കോൾഡ് സ്പെഷ്യൽ ബിസിനസ്, അത് ശരിയാണ് അല്ലേ. ദെൻ ക്ലാസ് മീറ്റിംഗ് ഈസ് കൺസിഡർഡ് ആസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, അത് ശരിയാണ്. ഓൾ ജനറൽ മീറ്റിംഗ് അതർ ദാൻ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി ആർ കോൾഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കിവിടെ അത് തെറ്റാണ്. നമുക്ക് 1 and 3 ഓൺലി എന്നുള്ള ആ ഒരു ആൻസറിലേക്കാണ് നമുക്ക് എത്താൻ സാധിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റേ ക്ലാസ് വീണ്ടും കാണാം. താങ്ക്